നശ്വരമായവയല്ല എൻ്റെ ലക്ഷ്യം, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് എൻ്റെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് സ്വർഗം വേണം, എനിക്ക് വിശുദ്ധി ജീവിക്കേണ്ടത്, അതിനെ കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളുമേ നമ്മളെ കൂടുതൽ 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 വിശുദ്ധീകരിക്കും. നമ്മൾ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയെ. നമ്മുടെ ജീവിതം സെറ്റാക്കി തരിക എന്നുള്ളതല്ല കർത്താവിൻ്റെ മെയിൻ പർപ്പസായി. നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലത്തെ ജീവിതം ഭയങ്കര സന്തോഷകരമാക്കുക എന്നുള്ളതല്ല. അതിനുവേണ്ടിയല്ല ഈശോ മരിച്ചത്. ഈശോ മരിച്ചത് നമ്മൾ പാപത്തിൽ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ മരിച്ചത്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ ലോക ജീവിതമാണോ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണോ? പക്ഷേ കർത്താവ് പറയണത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യവാന്മാരാണ്. നമ്മളിങ്ങനെ ഈശോയുടെ ആഗ്രഹം പോലെ ജീവിക്കാൻ നോക്കണം. നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കാൻ നോക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിൻ്റെ അടുത്തിട്ടുണ്ട്. കർത്താവെ, ഈ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ട് നീ എന്നെ വിശുദ്ധീകരിക്കണം.